ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീടിൻ്റെ സൈഡൊക്കെയാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ വരും, നമുക്ക് നടക്കാം. വീടിൻ്റെ സൈഡല്ല, സോറി, നമ്മളുടെ വീടിൻ്റെ അടുത്ത് ചാലും ഒരു കുളവുമുണ്ട്. ഞാൻ അതാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ വരും, നമുക്ക് ആദ്യം തന്നെ കുളത്തിലേക്ക് പോകാം. അപ്പോൾ ഞാനിപ്പോൾ മദ്രസ വിട്ട് വന്നതേ ഉള്ളൂ. ഒരു ക്ലാസ് ഉണ്ട്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മളുടെ ചാനൽ മറക്കാതെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഒരു നമുക്ക് ആദ്യം തന്നെ കുളത്തിലേക്ക് പോയിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുളം. അത്യാവശ്യം വലിയൊരു കുളമാണ്, നല്ല ആഴവും ഉണ്ട്. നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കണം. പട്ടിയും പാമ്പും ഒക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. നല്ല റിസ്ക്കാണ് ഇങ്ങോട്ട് വരുന്നത്. എന്നാലും നിങ്ങൾക്ക് വേണ്ടി ഒന്ന് കാണിച്ചു തരാനാണ് ഞാൻ വരുന്നത്. അപ്പോൾ വരൂ, നമുക്ക് ആദ്യം തന്നെ കുളമൊന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, കുളത്തിൽ മീനൊക്കെ ഉണ്ട്. പക്ഷേ മീനെ ഇപ്പോൾ ശ്രദ്ധിച്ചൊന്ന് നോക്കിയാൽ അങ്ങനെ കാണില്ല. എന്നാലും ഞാൻ നോക്കട്ടെ കേട്ടോ. അതാ ഇപ്പോൾ ഞാൻ സൂം ചെയ്യുന്ന സ്ഥലത്തൊരു തലമക്കണ്ണനുണ്ട്. പക്ഷെ അതൊന്നും വലുതല്ല. ഇതിൽ വലിയ കണ്ണന്മാരും അങ്ങനെ ചേരാനൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ മുയ്യകളുമുണ്ട്. പക്ഷെ ഇപ്പോൾ ഇനി നമുക്കിവിടെ കുറേ നേരം നിൽക്കേണ്ടതില്ല. അപ്പോൾ ഇതാണ് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള കുളം. ഇതാണ് അതിൻ്റെ അടുത്തുള്ളത്. ആ പാടമാണ്. ചാല് വേറെയാണ്. ഇത് കേട്ടില്ല, വാഴ കൃഷിയാണ് ഇത്. ഇത് കണ്ടില്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് മീൻ പിടിക്കാറൊക്കെ വരാനുണ്ട്. പക്ഷെ അധികം മീനൊന്നും കിട്ടാറില്ല കേട്ടോ. ഇത് കണ്ടില്ലേ, ഇത് ചെറിയൊരു വാഴ കൃഷിയാണ്. അതിൻ്റെ ആ സൈഡിലാണ് പുഴ. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ആ പുഴയും കാണിച്ചു തരും. ഇന്ന് നമ്മളുടെ അടുത്തുള്ള കുളവും ചാലും മാത്രമാണ് കാണിച്ചു തരുന്നത്. നമ്മളിപ്പോൾ കുളത്തിൻ്റെ അടുത്ത് നിന്ന് പോകുന്ന കഴിഞ്ഞു. ഇനി നമുക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ചാലിലേക്കൊന്ന് പോകാം. ഇത് കണ്ടില്ലേ, ഇവിടെ അടിപൊളിയാണ്. അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട് ഇവിടെ നടക്കാനും കളിക്കാനും ഒക്കെ. ഇത് കണ്ടില്ലേ, അതാ മുകളിലാണ് എൻ്റെ വീടുള്ളത്. പക്ഷേ ഇവിടെ നമുക്ക് തൽക്കാലത്തിന് ഇപ്പോൾ ചാലിലേക്കൊന്ന് പോയിട്ട് വരാം. ചാലിൽ വെള്ളമുണ്ടോ എന്നൊന്നും അറിയില്ല. ഇവിടെ കുറച്ച് ദിവസമായി മഴയൊക്കെ വന്നിട്ട് എന്താണെന്നൊന്നും തന്നെ അറിയില്ല. എന്നാലും നമുക്കൊന്ന് പോയിട്ട് കണ്ടിട്ട് വരാം. എന്തോ കാട് അളകിയൊരു ശബ്ദം കേട്ടു. ഞാൻ പേടിച്ചു പോയി കേട്ടോ. ഇവിടെ പാമ്പുള്ളത് കുറച്ച് അധികമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചാല് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ കൃത്യമായിട്ട് ഇവിടെയാണ് സൂര്യപ്രകാശമുള്ളത്. അതുകൊണ്ട് എനിക്ക് അധികം അതിലേക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ അത്യാവശ്യം ചെറിയൊരു വെള്ളച്ചാട്ടത്തിൻ്റെ മാതിരിയൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇല്ല. പക്ഷെ ഇവിടെ നല്ല രീതിയിലുണ്ട് കേട്ടോ. അവിടെയായിട്ട് കുറച്ച് ഞണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പിന്നെ ഇത് ചാല അങ്ങോട്ടുമുണ്ട്. ഞാൻ വേണമെങ്കിൽ പകുതി വരെ ഒന്ന് കൊണ്ടുപോയി കാണിച്ചു തരാം. അപ്പോൾ നല്ലൊരു നാച്ചുറൽ സ്പേസാണ് ഇവിടെ. ഇവിടെ നാച്ചുറലായിട്ടാണ്. നമ്മൾ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങണമെന്ന്, പക്ഷേ നമുക്ക് നോക്കാം. വരും, ഞാൻ വെള്ളത്തിലേക്കൊന്ന് ഇറങ്ങുന്നുണ്ട്. ചെറുതായിട്ട് പൂന്തൊക്കെ ചെയ്യുന്നാൽ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് ഇറങ്ങാം. കണ്ടില്ലേ, ഇവിടെ മീനുകളൊക്കെ ചില സമയത്ത് വരും. പക്ഷെ ചെറിയൊരു ചാലാണ് കേട്ടോ, അധികം ആഴമൊന്നും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ ഉമ്മ ഇങ്ങോട്ട് തിരുമ്മാനൊക്കെ വരാറുണ്ട്. അതാണ് വിഷയമാണ്. ചെറുതായിട്ടേ നടക്കുന്നുള്ളൂ. കുറച്ച് നേരം കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തന്നെ കയറുന്നു. പിന്നെ ഈ സ്പേസിലായിട്ടൊരു കിണർ മാതിരി ഒന്നുണ്ട്. അതിലെന്തൊക്കെയോ പ്രേതക്കിണർ എന്നാണ് ഞങ്ങളിവിടെ പറയാറുള്ളത്. ഇത് പ്രേതക്കിണറൊന്നും തന്നെയല്ല കേട്ടോ, വേറെ എന്തൊക്കെയാണ്. പക്ഷെ ആ സൈഡിലേക്ക് ആരും പോവാറില്ല അധികം. ആ ഭാഗത്താണ്. അത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. അല്ല വേണ്ട, ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം, അതാണ് നല്ലത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാറുള്ളൂ. അപ്പോൾ ഇനി വരാനൊരു മൂടില്ലെങ്കിൽ ശരിയാണ്. ഞാനിപ്പോൾ തന്നെ കാണിച്ചു തരാം. പക്ഷെ ആദ്യം നമുക്ക് വെള്ളത്തിൽ കയറണം.
ഉണ്ട്. ഇവിടെ ഒരുപാട് ജീവികളാണ് പേടിച്ചു പോകുന്നത്. നമ്മൾ ചില സമയത്ത് പേടിച്ചു പോകും, കാരണം അങ്ങനത്തെ ജീവികളാണ് ഇവിടെ. പ്രത്യേകിച്ച് ഇവിടെയുള്ളത് അരണകളാണ്. അതിറ്റകൾ നമ്മളെ പെട്ടെന്ന് മുന്നിലേക്ക് കാണുമ്പോൾ നമ്മൾ പേടിക്കില്ല, അതാണ് പ്രശ്നം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇങ്ങോട്ടൊന്ന് കയറണം. നമുക്ക് ഓക്കെ, നമ്മൾ അവിടേക്ക് കയറിയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ കിണർ കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കിണറൊക്കെയാണ്. ഇതിൽ നമ്മളിതാ ആ തെല്ല് വരെയാണ് ചാലൊക്കെ ഉള്ളത്. എന്നാൽ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. ഇനി നമ്മൾ വേറൊരു വീഡിയോയിൽ ചാല് മുഴുവനായിട്ട് കാണിച്ചു തരുന്നതാണ്. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറ്റും. ഇവിടെ ചില സമയത്ത് മീനുകളൊക്കെ വരാറുണ്ട്. പക്ഷേ അധികം മീനുകളൊന്നും ഇവിടെ ഇല്ല, മീനുകൾ പിടിക്കാൻ പറ്റില്ല കേട്ടോ. ഇത് കൂടിയൊക്കെയാണ് ചില സമയത്ത് വരുമ്പോൾ മീനെ കിട്ടാറുള്ളത് അധികവും. പക്ഷെ ഇപ്പം അതൊന്നും തന്നെ ഇല്ല കേട്ടോ. ഇപ്പം അതൊന്നും തന്നെ ഇല്ല ഇവിടെ. ഇവിടെ നോർമലാണ്, ഇവിടെ മുഴുവൻ നോർമലാണ് കേട്ടോ. ഈ ഭാഗത്തായിട്ടാണ് ഒരു ദിവസം ഞങ്ങളൊരു പാമ്പിനെ കണ്ടത്. പക്ഷെ പേടിക്കേണ്ടതില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്കല്ല എപ്പോഴും ഇങ്ങോട്ട് വരാറൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളൂ. അതെ, ഞാനിങ്ങോട്ട് വന്നിട്ട് മിനിമം ഒരാഴ്ചയെങ്കിലും ആയിട്ടുണ്ടാകും. പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാം. അപ്പോൾ ഇവിടെ നിന്നാണ് ഞാൻ വീട്ടിലേക്ക് പോകാറുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഞാനിവിടെ നിർത്തുന്നു. ബൈ ബൈ.